ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോയൽ കൂൾടെക്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പ്രഷർ ഗേജ് അടിച്ചിട്ട് അതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ AC ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പ്രഷർ ഗേജ് എന്താണെന്ന്. ഗ്യാസിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പ്രഷർ ഗേജ്. അപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ള ഒരു പഴയ പ്രഷർ ഗേജാണ്. ഇതിൻ്റെ സക്ഷൻ സൈഡ് മാത്രമേ, ലോ സൈഡ് മാത്രമേ കംപ്ലൈൻ്റ് ഉള്ളൂ, ഹൈ സൈഡ് കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഭാഗം അഴിച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അത് തന്നെ ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, ഇതിൻ്റെ ഹാൻഡിലിൻ്റെ സ്ക്രൂ ആണ്. അപ്പോൾ ഈ സ്ക്രൂ നമുക്ക് ആദ്യം അഴിച്ചെടുക്കാം. ഓക്കെ, ഇവിടെ ഒരു നെറ്റ് വരുന്നുണ്ട്, അപ്പോൾ ഇതും നമുക്ക് അഴിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതിന് ഉൾഭാഗത്ത് ഇതൊരു വാഷറാണ്. ഇവിടെ ഒരു വാഷർ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഉൾഭാഗം കണ്ടാൽ മനസ്സിലാവും, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഉള്ളിലൊരു ഹോള് വരുന്നുണ്ട്. ഓക്കെ, ആ ഹോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇതാ ഈ ഹോളാണ്. ഇതുവഴിയാണ് നമ്മൾ ഇപ്പം ഗ്യാസ് ചാർജൊക്കെ ചെയ്യുന്ന സമയത്ത് സിലിണ്ടറിൻ്റെ അന്ന് നേരെ ഗ്യാസിൻ്റെ ലൈന്, ഗേജ് ലൈന്, അതായത് ഇത് ലൈന് നമ്മൾ ഡയറക്റ്റ് ഇതിലേക്കാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ഇവിടം വരെ വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫുള്ള് ക്ലോസ് ആക്കി വെക്കുന്ന സമയത്ത് ഗ്യാസ് നമ്മൾ, അതായത് സിലിണ്ടറിൽ നിന്ന് വരുന്ന ഗ്യാസ് കറക്റ്റ് ഇതാ ഇവിടെ വരെ വന്ന് നിൽക്കും. അപ്പോൾ നമ്മളിത് കുറച്ച് ലൂസാക്കുന്ന സമയത്ത് ഈ ഗ്യാസ് ഇതുവഴി നേരെ യൂണിറ്റിലേക്ക് പോകും. അതായത് ഇവിടുന്ന് നമ്മൾ യൂണിറ്റിലേക്കും ഒരു ലൈന് കണക്ട് ആക്കി ഉണ്ടാവും. ഇവിടുന്ന് സിലിണ്ടറിൽ നിന്ന് വരുന്ന ഗ്യാസ് ഇത് ലൂസാക്കുന്നതിനനുസരിച്ച് ഇവിടുന്ന് ഇങ്ങനെ കംപ്രസറിലേക്ക് പോവുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വാൾവാണ് നമ്മളിപ്പോൾ അഴിച്ചെടുത്ത ഇത്. കണ്ടില്ലേ, അപ്പോൾ ചില കാരണവശാലൊക്കെ നമുക്ക് ഗേജ് ലീക്കൊക്കെ വരാനുള്ള സമയത്ത് ഈ ബുഷ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ബുഷ് ഡാമേജ് ആണെങ്കിൽ ഇത് മാറ്റാൻ കിട്ടുമെന്ന് എനിക്ക് കറക്റ്റ് ഐഡിയ ഇല്ല. അപ്പോൾ എന്തെങ്കിലും കരട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്തും ഇതുപോലെ ഇവിടുന്ന് ലീക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്നും ലീക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ ബുഷൊക്കെ ഒന്ന് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റെഡി ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗത്തുള്ളത്. ഈ കട്ടിങ്, ഇതിൻ്റെ അതൊരു കട്ടിങ് കണ്ടില്ലേ, ഈ കട്ടിങ് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണുന്ന ഈ ഹോളിലാണ് പോയിട്ട് സീറ്റിംഗ് ആയിട്ട് നിൽക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഗേജ് മീറ്റർ ഒന്ന് അഴിച്ചു നോക്കാം. ഇത് ഓൾറെഡി ഞാൻ ലൂസാക്കി വെച്ചതാണ്, നല്ല ടൈറ്റായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ലൂസാക്കി വെച്ചതാണിത്. ഈ ഗേജിൻ്റെ ഇവിടെയും ഒരു ഹോൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ ഈ ഗ്യാസ് ഇതുവഴി പോയിട്ടാണ് നമ്മൾ മീറ്ററിൽ റീഡിങ് ചെയ്യുക. എത്രയാണ് ഗ്യാസിൻ്റെ പ്രഷർ ഉള്ളത്, ഈ ഹോൾ വഴിയാണ് ആ ഗ്യാസ് പാസ് ചെയ്തിട്ട് നമ്മൾ മീറ്ററിൽ കാണിക്കും എത്ര പ്രഷറിലാണ് ഗ്യാസ് ഉള്ളത്, അത് കാണിക്കുന്നത് അങ്ങനെയാണ്. ഈ പ്ലാസ്റ്റിക് റബ്ബറിൻ്റെ സാധനം നമുക്ക് അഴിച്ചു മാറ്റാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഫൈബറിൻ്റെ ഒരു ഗ്ലാസ് വരുന്നുണ്ട്. അത് നമുക്ക് അഴിച്ചു മാറ്റാവുന്ന രീതിയിലാണ്. ഓക്കെ, ഇത് ഇളകിപ്പോയിട്ടുണ്ട്, കംപ്ലൈൻ്റ് ആണിത്. ഇപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഗേജിൻ്റെ സൂചിയാണ്. ഈ സൂചി
ഇങ്ങനെ മുകളിലേക്കും താഴോട്ടൊക്കെ പോകുന്നതിനനുസരിച്ചാണ് നമ്മളിതിപ്പോൾ 50 നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ പ്രഷർ 50 അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ഗ്യാസിൻ്റെ പ്രഷർ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മളെ ഗേജ് ഔട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പം ഗേജ് ഔട്ടായി നിൽക്കുകയാണ്, അതായത് കറക്റ്റ് 0-ൽ നിൽക്കുന്ന സമയത്താണ് ആ ഗേജ് കറക്റ്റ് വാല്യൂലാണ് നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. അതായത് പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് കറക്റ്റ് 0-ൽ നിൽക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഗേജ് 0-ലല്ല നിൽക്കുന്നത്, 0-ന്ന് കുറച്ച് പൊന്തിയിട്ടാണുള്ളത്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതാ കറക്റ്റ് 0-ൽ ആക്കിയിട്ടുണ്ട്. കുറേ ഗേജിൻ്റെ സൂചി കുറേ അങ്ങ് ഔട്ടായി പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയ മൈന്യൂട്ട് വാല്യൂ ഒക്കെ ആണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് ഈ ഗേജിൻ്റെ ഉൾഭാഗത്ത് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ കംപ്ലൈൻ്റ് ആയ ഗേജാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ഗേജിലൊന്നും ആരും ഇങ്ങനെ പരീക്ഷണങ്ങളൊന്നും നടത്തരുത്. അപ്പോൾ നമുക്ക് ഈ സൂചി ആദ്യം ഇവിടുന്ന് അഴിച്ചു മാറ്റാം. ഓക്കെ, സൂചി അടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് അഴിച്ചു മാറ്റാം. അതിന് ബാക്ക് സൈഡിൽ 2 സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ഗ്യാസ് ഇതാ ഈ ഹോള് വഴി ഇതിൻ്റെ ഉള്ളിലൂടെയാണ് പാസ് ചെയ്യുക. നമ്മുടെ ഗ്യാസിൻ്റെ പ്രഷർ എത്രയാണോ അതിനനുസരിച്ചാണ് ഇവിടുത്തെ സ്പ്രിങ് അഡ്ജസ്റ്റ് ആവുക. അതിനനുസരിച്ച് നമ്മുടെ മീറ്ററിൽ എത്ര പ്രഷറാണോ, 150 ആണെങ്കിൽ 150, ആ നമ്മുടെ സൂചി 150-ൽ പോയി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ഗേജിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഗ്യാസൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്, ഈ ഗേജ് ലൈന്. ഈ ഗേജ് ലൈന് മിക്കവാറും ഉപയോഗിച്ച് അതിൻ്റെ ഒരു കുറച്ച് കാലപ്പഴക്കമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ലീക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചില ഗേജൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈറ്റ് ആക്കുന്ന ഈ സൈഡ് കൂടെ ഒരു ലീക്ക് ആയിരിക്കും. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ബുഷ് ചേഞ്ച് ആക്കിയിട്ട് പരിഹരിക്കാം. ഈ ബുഷൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് ആയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ, ഈ ബുഷൊക്കെ കാലപ്പഴക്കം കൊണ്ട് കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ബുഷ് ചേഞ്ച് ആക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഗേജ് ലൈനിന്റെ ബുഷ് എങ്ങനെയാണ് ചേഞ്ച് ആക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അകത്തൊരു പിന്നുണ്ട്, ആ പിന്ന് നമുക്ക് അഴിച്ചു മാറ്റാം. ഓക്കെ, അപ്പോൾ പഴയ ബുഷ് കണ്ടില്ലേ, ഇതിലേക്ക് നമുക്കൊരു പുതിയ ബുഷ് ആഡ് ചെയ്യാം. ഈ പിന്ന് ഊരിയിട്ട് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ഊരാണ്ടൊക്കെ ഫിറ്റ് ചെയ്യാം, പക്ഷെ കുറച്ചുകൂടി നല്ലത് ഈ പിന്ന് ഊരിയിട്ട് ഫിറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും. ഉണ്ടല്ല, അപ്പൊ ഈ സൈഡിലൂടെയുള്ള ലീക്കൊക്കെ നമുക്ക് ഈ ബുഷ് ചേഞ്ച് ആക്കിയിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.